കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഉത്രാടപ്പാച്ചിലും ഷോപ്പിങ്ങും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഓണത്തിൻ്റെ തലേന്നുള്ള നമ്മുടെ ഒരുക്കങ്ങളൊക്കെയാണ്. നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കാനായിട്ടുള്ള കാര്യങ്ങളും പൂക്കളും ഒക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ഒരുക്കങ്ങളാണ് കാണാൻ പോകുന്നത്. ഇന്നിപ്പോൾ 4-ാം തീയതിയാണ്, തേഴ്സ്ഡേ. നാളെ ആണ് ഓണം, 5-ാം തീയതി. അപ്പോൾ നമ്മൾ തലേന്നെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ പോയി കണ്ടിട്ട് വരൂ. എൻ്റെയൊക്കെ നാട്ടിലെ ഇതിനെ ഓണത്തപ്പൻ എന്ന് പറയും. അനീഷിൻ്റെയൊക്കെ നാട്ടിൽ തൃക്കാരപ്പൻ എന്നാണ് പറയുന്നത്. നമ്മൾ രാത്രി തന്നെ അരിമാവെല്ലാം കലക്കി വെള്ളത്തിൽ അത് നമ്മൾ ഇതിൻ്റെ മേലേക്കൂടെ ഒഴിക്കും. അതാണ് ആ വൈറ്റ് കളർ ഡ്രോപ്സ് ഇങ്ങനെ കാണുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ട്, ഒറിജിനൽ ഫ്ലവേഴ്സും പ്ലാസ്റ്റിക് പൂവും ഒക്കെ വെച്ചിട്ട് ഇത് നല്ലതായിട്ട് അലങ്കരിക്കണം. ഞാനും അനീഷും അമ്മൂമ്മയും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ 3 പേരുടെയും ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്മൂമ്മ ഇതിലൊക്കെ നല്ല എക്സ്പേർട്ടാട്ടോ. അമ്മൂമ്മയാണ് മിക്ക ഓണത്തിനും തൃക്കാരപ്പനെ ഒരുക്കുന്നത്. നോക്കുന്നത് കണ്ടില്ലേ, കറക്റ്റ് അളവിലാണ് കറക്റ്റ് ഭംഗിയിലാണോ വെച്ച്. അത് കഴിഞ്ഞ ശേഷം ഞാൻ അടിച്ചു വാരുകയാണ് നമുക്ക് പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ആകെ അവിടെ ചെയ്തൊരു വീട്ടുപണി കാണുന്ന അടിച്ചു വാരൽ മാത്രമാണ് ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റാണ്. അനീഷിൻ്റെ അമ്മയും അമ്മൂമ്മയും എന്നെ ഒരു പണിയെടുക്കാനായിട്ട് അവിടെ സമ്മതിക്കാറില്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ 10 ദിവസത്തേക്കല്ലേ വരുന്നത്, അപ്പോൾ ഇവിടെ പണിയൊന്നും എടുക്കേണ്ട, റെസ്റ്റ് എടുത്തോളൂ എന്നാണ്. അതുകൊണ്ട് കഴിച്ച പാത്രം പോലും അവരൊന്നും കഴുകാനായിട്ട് സമ്മതിക്കാറില്ല. ഞാൻ അത് കാരണം സുഖമായി കിടന്ന് ഉറങ്ങി നീറ്റൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കും. അമ്മൂമ്മ പറയാറുള്ളത്, പണി തന്നെന്നുണ്ടെങ്കിൽ 10 ദിവസത്തേക്ക് വന്നാൽ ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല, ഒരു കുറേ ദിവസത്തേക്കായിട്ട് വന്നാലാണ് പണിയെടുക്കാൻ സമ്മതിക്കൂ എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പണിയെടുക്കാത്തതിനല്ലേ വഴക്ക് പറയുക. ഇവിടെ ഞാൻ പണിയെടുത്താലാണ് എന്നെ വഴക്ക് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ് അല്ലേ. എല്ലാ പെൺകുട്ടികൾക്കും ഇതേപോലത്തെ ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടില്ല, അതും ഭർത്താക്കന്മാരുടെ വീട്ടിൽ. അപ്പോൾ അതൊരു ഭാഗ്യം തന്നെയല്ലേ. അങ്ങനെയൊക്കെ തന്നെ ഗായ്സ്, നമ്മളെ ഓണത്തപ്പൻ്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. നമ്മളിതാ കോലമൊക്കെ വരച്ചു. അനീഷിൻ്റെ അമ്മയാണ് കോലം വരച്ചത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വാഴയില വെച്ചു, അതിൻ്റെ മേലെ പീഠം വെച്ചു. നമ്മൾ 6 ഓണത്തപ്പനെയാണ് വെക്കുന്നത്. അതിൽ ഒരെണ്ണം ആ പീഠത്തിൽ വെക്കും, ബാക്കി 4 ചുറ്റും ഒരെണ്ണം മാത്രം നമ്മൾ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വെക്കണം. അത് കഴിഞ്ഞ ശേഷം പൂക്കളും തുളസിയും ഒക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് അലങ്കരിക്കണം. ഓണത്തപ്പനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരവേക്കുന്നതാണ് ഇതിൻ്റെ ഐതിഹ്യം. പ്രസാദമായിട്ട് നമ്മൾ പഴവും അടയും വെക്കണം. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ അടയാണ് വെക്കേണ്ടത്. അതെല്ലാം അമ്മ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അനീഷിൻ്റെ അമ്മ അത്തം മുതൽ 10 വരെയാണ് പൂക്കളിടാറുള്ളത്. ഓണത്തിൻ്റെ അമ്മ സാധാരണ പൂക്കളൊന്നും ഇടാറില്ല. ഈ തവണ ഞാനുള്ളത് കാരണം ഞാൻ ഓർത്തു പൂക്കളമൊക്കെ നമുക്ക് ഇടാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും അമ്മൂമ്മയും കൂടി രാത്രി ഇരുന്ന് പൂക്കളൊക്കെ കിള്ളുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ അമ്മൂമ്മയുടെ മുഖം കണ്ടറിയാം നല്ല ടയേർഡായിട്ടുണ്ടെന്നല്ലേ. അത് കഴിഞ്ഞ് ഞാൻ പൂക്കളത്തിൻ്റെ ഡിസൈൻ വരക്കാണ്. ഇവിടെ ചോക്ക് ഇല്ലാത്തതുകൊണ്ട് അരിപ്പൊടിയുടെ മാവ് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഞാൻ പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ വരച്ച് ഞാനിരുന്ന് പൂക്കളിട്ടിരുന്നത്. കൂട്ടിനായിട്ട് അവിടെ സൈഡിൽ അനീഷ് ഇരിപ്പുണ്ട്. പിന്നെ അമ്മ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് തീരാത്തതുകൊണ്ട് അമ്മയും കൂടി സഹായിച്ചാണ് നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് തീർന്നത്. പിന്നെ ബാക്കിയുള്ള പൂ വെച്ച് ഒരു ഹാപ്പി ഓണമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴേക്കുമാണ് ഗൈസ് നല്ല അടിപൊളിയായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ പൂക്കൾ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ അമ്മയാണ് ആ തുണിയെല്ലാം കൊണ്ടുവന്ന് സൈഡിൽ വെച്ചിരിക്കണത്. ഞാൻ ടെൻഷനിലാണ് പോയി കിടന്നത്, ഇതെങ്ങാനും ഒഴുകി പോകുമെന്ന്. പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. നമ്മൾ ഇന്നത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് നാളെ രാവിലെ കാണാം. അങ്ങനെ ഓണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ 5 മണിയായപ്പോഴേക്കും എണീറ്റ് ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട് അനീഷ് വിളക്കെല്ലാം കൊളുത്തി. അനീഷാണ് നാളികേരം കൊട്ടി ഓണത്തപ്പനെ വരവേൽക്കുന്നത്. ആ സമയത്താണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ആറപ്പോ ഹീറോ ഹീറോ എന്നൊക്കെ വിളിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒത്തിരി നാൾക്ക് മുമ്പ് അപ്പൂപ്പനും അമ്മൂമ്മയുടെയൊക്കെ ഒപ്പം ഓണം ആഘോഷിക്കുമ്പോഴാണ് ഇതേപോലത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടേക്കുന്നത്. എൻ്റെ അമ്മൂമ്മ ഇതേപോലെ എല്ലാം ഒരുക്കി ഓണത്തപ്പനെയൊക്കെ നന്നായിട്ട് വരവേക്കും കേട്ടോ. വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാനൊരു ഓണം നാട്ടിൽ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു.
അങ്ങനെ വെളുപ്പിന് നീറ്റ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കുളിച്ച് ഫ്രഷായി അമ്പലത്തിലൊക്കെ പോയി. അത് കഴിഞ്ഞ് വന്ന ശേഷം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. എങ്ങനെയുണ്ട് നമ്മുടെ ഡെക്കറേഷൻസും പൂക്കളും എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നോക്കും കമൻസൊക്കെ. ഓക്കെ ഗായ്സ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അമ്മൂമ്മ ഇരുന്ന് കായ വറുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ പഴം പൊരിഞ്ഞതും അടയും ചായയും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു മൂഡിൽ നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല ക്ലിപ്സും ഞാൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഓർക്കുമ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവുന്നത്. അതിൻ്റെ ഇടയിലാണ് അനീഷിൻ്റെയൊക്കെ വീട്ടിൽ മയിൽ വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്കിതൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നിങ്ങൾ ഓർക്കുന്നത് എന്ത് ഈ കുട്ടിക്ക് ഇങ്ങനെയെന്ന്. കാര്യം നമ്മൾക്ക് ഈ ദുബായ് കിഡ്സിനൊന്നും ഇതൊന്നും കാണാനായിട്ടുള്ള ഭാഗ്യങ്ങൾ എപ്പോഴും കിട്ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അനീഷിൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരെ മയിലൊക്കെ ഇങ്ങനെ വരും. അപ്പം ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യവട്ടങ്ങളൊക്കെ ഏകദേശം എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു വിഭവങ്ങളെന്നൊക്കെ നമുക്കിനി നോക്കിയാലോ. വരൂ. മിക്ക കറികളും അമ്മയും അമ്മൂമ്മയും കൂടിയാണ് ഉണ്ടാക്കിയത്. എൻ്റെ നിർബന്ധത്തിന് ഞാൻ ഉണ്ടാക്കിയൊരു കറിയായിരുന്നു പൈനാപ്പിൾ മുന്തിരി പച്ചടി. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടായിരുന്നു. ചക്ക എരിശ്ശേരി ഉണ്ടായിരുന്നു. ചക്ക എരിശ്ശേരി ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാമ്പാർ, അവിയൽ, തോരൻ, പപ്പടം, പുളിയിഞ്ചി, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മൂമ്മ രാവിലെയാണ് തീരുമാനിക്കുന്നത് നമുക്കെന്നാൽ കായയും കൂടി വറുത്താലോ എന്ന്. അങ്ങനെ അമ്മൂമ്മ കായ വറുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മൂമ്മ വിളക്കെല്ലാം കത്തിച്ച് നമ്മൾ ഗണപതിക്ക് വിളമ്പാണ്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. പായസം നമ്മൾ ഉണ്ടാക്കിയില്ല, നമ്മൾ വാങ്ങിച്ചായിരുന്നു. പരിപ്പ് പായസം, പാലട പായസം. അങ്ങനെ കളിയും ചിരിയും വർത്താനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനും അനീഷും അമ്മൂമ്മയും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് ഞങ്ങളുടെ ഓണസദ്യ ഉണ്ടു. ഒരുപാട് സന്തോഷമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അനീഷിൻ്റെ നാട്ടിൽ അനീഷിൻ്റെ പാരൻസിനൊപ്പം ഒരു ഓണം ആഘോഷിക്കാൻ പറ്റുന്നത്. പിന്നെ നല്ല സദ്യ ഇരുന്നു. അതുകൊണ്ട് തന്നെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ഷീണമായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ പോയി കിടന്ന് ഉറങ്ങാൻ പോയി. അധികം നേരമൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. കാര്യം തറവാട് വീടായതുകൊണ്ട് തന്നെ അമ്മൂമ്മയെ കാണാനും നമ്മളെ കാണാനൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും ഫുള്ള് ഗസ്റ്റുകളും റിലേറ്റീവ്സും ഒക്കെ വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എല്ലാവരും സദ്യ കഴിച്ചു. ഇതാ പറയൂ. ബാക്കിൽ ആരാ വസു? ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വസു പറയൂ ഹാപ്പി ഓണം. ഈ കുട്ടി വ്ളോഗറെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. നമ്മുടെ ഖത്തർ വീഡിയോസിലൊക്കെ ഉള്ള നമ്മുടെ വസുക്കുട്ടനാണ്. പുറകിലുള്ളത് അനീഷിൻ്റെ കസിൻസാണ് വൈഗ ആൻഡ് സഞ്ജന. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ. ഒരുപാട് ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഓണത്തിൻ്റെ അന്ന് തിരക്കായിരുന്നു. എല്ലാ ക്ലിപ്സൊക്കെ വെച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ഹാപ്പി ഓണം ഗൈസ്. ലേറ്റായി പോയെന്ന് പറയാം, എന്നാലും ഹാപ്പി ഓണം.